ഹലോ, ഇന്നൊരു പുതിയ കറിയായിട്ട് വന്നിരിക്കുന്നത് തക്കാളി തൊക്ക് കറി. തമിഴ്നാട് സ്പെഷ്യലാണ് കേട്ടോ. അതിനായി നമുക്കൊരു 3 പച്ചമുളക്, ഒരു അര പീസിൽ കുറവ് ഇഞ്ചി, ഒരു 5-6 വെളുത്തുള്ളി, ഒരു വലിയ സവാള, ഒരു 2 തക്കാളി, കുറച്ച് കറിവേപ്പില, ഇത്രയും മതി കേട്ടോ. നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ആദ്യമായി നമുക്കൊരു ചട്ടി അടുപ്പിൽ വെച്ച ശേഷം നമുക്ക് ആവശ്യത്തിന് ഒരു 3-4 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ കടുകാണ് നമ്മൾ ഇട്ടുന്നത് കേട്ടോ. നിങ്ങൾക്ക് 1 ടീസ്പൂൺ വേണമെങ്കിൽ ഇടാം. ഇവിടെ കടുക് ആവശ്യമില്ല, ആർക്കും ഇഷ്ടമില്ല, അതുകൊണ്ടാണ്. ഇനി ജീരകം ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അത് കറുപറാന്ന് പൊട്ടട്ടെ, നന്നായിട്ട് പൊട്ടട്ടെ. ആ പൊട്ടുന്ന സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നല്ല രസമല്ലേ. ഇനി അടുത്തതായിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി നമുക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ആളായിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കുമ്പോൾ നല്ല രസമുണ്ടല്ലേ, ഭയങ്കര സാറ്റിസ്ഫൈങ് സൗണ്ടാണ്. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. പക്ഷെ നമുക്ക് ഇതിൽ ഒരു സാധനം മിസ്സിങ് ആണ് കേട്ടോ. മെയിനായിട്ടുള്ളത് മല്ലിയിലയാണ്. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മല്ലിയില കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ തമിഴ്നാട്ടുകാരുടെ മെയിൻ ഐറ്റമാണ് എല്ലാ കറികളിലും കുറച്ച് മല്ലിയില തൂവും. അതില്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല എന്ന്. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. നന്നായിട്ടെല്ലാം കൂടെ മൂപ്പിച്ച് വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായിട്ടൊരു ബ്രൗണിഷ്, വല്ലാണ്ട് അങ്ങനെ വഴറ്റേണ്ട ആവശ്യമില്ല. ഒരു ബ്രൗണിഷ് കളറൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ബാക്കി പരിപാടികളെല്ലാം ചെയ്യാമേ. നന്നായിട്ട് വഴറ്റിയെടുക്കണേ. ഇതിൽ എന്താ മെയിൻ എന്ന് വെച്ചാൽ ഇവർ തമിഴ്നാട്ടുകാരുടെ മെയിൻ ഐറ്റമാണ് ഈ തക്കാളി തൊക്ക് കറി. ചപ്പാത്തിക്കും ചോറിനും എല്ലാം അടിപൊളി കറിയാണ്. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സവാള പെട്ടെന്ന് അങ്ങോട്ട് വാടി വരുവേ. എല്ലാവരും നമ്മുടെ ഈ ചാനൽ അപ്പൂസ് ക്രേസി വേൾഡ് ഒന്ന് സബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഒക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണം കേട്ടോ. നമുക്കിനി മസാലപ്പൊടികളിടാം. ആദ്യം ഞാനിട്ടിരിക്കുന്നത് ഗരം മസാലയാണ്. 1/2 ടീസ്പൂൺ ഇട്ടു, 1/4 ടീസ്പൂൺ ഞാൻ ഗരം മസാല ഇട്ടു. 1 ടീസ്പൂൺ മല്ലി പൗഡർ ഇട്ടു. അടുത്തതായിട്ട് നമ്മൾ ഒരു 1/4 ടീസ്പൂണിലധികം നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ഇടാൻ പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഇടാൻ പോകുന്നത് നമ്മൾ മുളക് പൊടി ഇടും. മുളക് പൊടി 1 ടീസ്പൂണാണ് കേട്ടോ ഇടുന്നത്. നമുക്ക് അധികം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, എരിവ് കൂടേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി പച്ചമുളക് ഇതിലിട്ടിട്ടുള്ളതാണ്. പിന്നെ തക്കാളി പുളി ഉള്ളതാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എരിവ് ഇടാം കേട്ടോ, നമ്മുടെ പാകത്തിനനുസരിച്ച്. എൻ്റെ ഒരു മീഡിയം സൈസ് തക്കാളിയാണ്, ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. നാടൻ തക്കാളി കേട്ടോ, വീട്ടിൽ ഉണ്ടായതാണ്. അതുകൊണ്ട് അധികം പുളിയൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. നന്നായിട്ട് കഴിക്കാൻ, വെറുതെ കഴിക്കാൻ തന്നെ നല്ല സ്വാദുണ്ട്. അങ്ങനെ ഇതെല്ലാം വഴറ്റിയെടുത്ത് അടുത്തതായി ഇതാണ് ഞാൻ പറഞ്ഞ താരം, നമ്മളെ വീട്ടിലുണ്ടായിട്ടുള്ള തക്കാളി കേട്ടോ, നാടൻ തക്കാളിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതാണല്ലോ നമ്മുടെ മെയിൻ ഐറ്റം, തക്കാളി തൊക്ക് കറിയാണല്ലോ, തമിഴ്നാട്ടുകാരുടെ സ്പെഷ്യൽ കറിയാണ് കേട്ടോ. ഞാനിവിടെ വന്നിട്ട് ചപ്പാത്തി കഴിക്കണ സമയത്തായിരുന്നു ഇങ്ങനൊരു കറി എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത്. അപ്പോഴാണ് ഞാൻ ഇതെന്താ കറി എന്ന് എനിക്ക് മനസ്സിലാവുണ്ടായിരുന്നില്ല. ചെറിയൊരു പുളിയും എരിവും അതുപോലെ തന്നെ നല്ല മസാലയൊക്കെ ആയിട്ട് ഒരു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാനിനി ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവാനായിട്ട് അടച്ചു വെക്കുകയാണ്. ഇത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നല്ല എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കറി റെഡിയാവുമേ. ഇത് ഞാൻ 2 in 1 എന്ന ബേസിൽ, അതായത് രാവിലെ ചപ്പാത്തിക്കും ഉച്ചയ്ക്ക് ലഞ്ചിനും കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്തത്. ഇനി ഇത് കുറുകി വരുമ്പോഴേക്കും തന്നെ നല്ല രസമുണ്ട്, കാണാനും നല്ല മണമായിരിക്കും. ആ ജീരകമൊക്കെ ഇട്ടുകൊണ്ടുള്ള ഒരു നല്ല മണമുണ്ട് കേട്ടോ, അടിപൊളി മണമാണ്, അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റുമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കറി ഇപ്പോൾ അവിടെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് കഴിഞ്ഞ് ആ സമയം കൊണ്ട് ഈ കറി റെഡി ആയിട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം ഇത് കൂട്ടി കഴിച്ചു. അടിപൊളിയായിരുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരാമേ. എല്ലാവർക്കും ബൈ, താങ്ക് യു.